എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഒരിക്കൽ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് ഞാനൊരു സായിപ്പിനെ പരിചയപ്പെട്ടു. ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണു മൂക്കില്ലാതെ പുള്ളിയെടുത്ത് ഇംഗ്ലീഷ് പറയും. നമ്മുടെ ഇംഗ്ലീഷ് ശരിയാണെന്നറിയാൻ സായിപ്പിനോട് പറഞ്ഞാൽ മതി. സായിപ്പിന് കാര്യം മനസ്സിലായാൽ നമ്മുടെ ഇംഗ്ലീഷ് ഓക്കെയാണ്. സായിപ്പിന് കാര്യം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ സംഭവം നമ്മുടെ ഇംഗ്ലീഷ് പൊട്ടയാണ്. അതുകൊണ്ട് ഞാൻ ഈ സായിപ്പിനോടൊരു ഇംഗ്ലീഷ് പറഞ്ഞു. സായിപ്പ് ശ്രീശാന്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ ഈ സായിപ്പ് ശ്രീശാന്തിനെയൊക്കെ അറിയുമോ? ഞാൻ വിചാരിച്ചു ഇനി ഇയാൾ വല്ല പെയിൻ്റ് അടിച്ചിരിക്കുന്ന മലയാളി വല്ലതും ആയിരിക്കുമോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. പിന്നീടാണ് സായിപ്പ് എന്നോട് പറഞ്ഞ അയാൾ ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. കോവളത്തെക്കുറിച്ച് പക്ഷേ അയാൾക്ക് അറിയാം. കോവളം ബീച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. കോവളത്തെക്കുറിച്ച് എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. സായിപ്പ് എവിടെയൊക്കെയോ നോക്കി പഠിച്ചു വെച്ചിരിക്കുക പുള്ളി. അപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് വിദേശത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഇന്ത്യയിൽ തന്നെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത് എന്താ അറിയുമോ? എൻ്റെ സങ്കല്പത്തിൽ എനിക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചെടുക്കാം ഞാനിപ്പോൾ. നമുക്കൊരു യൂണിവേഴ്സിറ്റി തുടങ്ങിയാലുള്ള കുഴപ്പം? വിദേശം ഹാർഡ്വാർഡ് തന്നെ പിടിച്ചുകൂടെ കൊണ്ടുവന്നില്ലേ? കൊച്ചിയിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദേശത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചു സായിപ്പന്മാരും മദാമ കുട്ടികളും വന്ന് പഠിക്കുന്നു. അവർ വേണമെങ്കിൽ ഇവിടെ താമസിക്കുന്നു, ഇവിടെ 4 കുട്ടികളെ ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. നമുക്കും സന്തോഷം, അവർ ഹാപ്പി. എന്നിട്ട് നമ്മുടെ ജനറേഷൻ മിക്സഡ് ആകുന്നു. എന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി, കാരണം ഇതിപ്പോൾ എന്നും നമ്മൾ മലയാളികൾ മാത്രം ഇവിടെ കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം തന്നെ വഴി നടക്കാൻ വയ്യ. അയൽ സംസ്ഥാനത്ത് നിന്ന് 60 ലക്ഷം പേരാണ് കണക്കിൽ വന്നിറങ്ങിയിരിക്കുന്നത്. കണക്കില്ലാത്ത 20 ലക്ഷം റെയിൽവേ സ്റ്റേഷൻ വരെ കിടപ്പുണ്ട്.